പൂജ നടത്താനാണോ കളരിക്കലേക്ക് പോയത്? അതോ എങ്ങനെയെങ്കിലും നവീനെ വശത്താക്കാനാണോ? ഗാഥ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞില്ലേ? അത് എന്താ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഞാൻ ഇടപെടണോ? വേണ്ട നവീൻ. എടോ, തന്നെ ശല്യം ചെയ്യുന്നല്ലോ. എന്റെ ഭാര്യയെ ഇനി ആരെങ്കിലും ശല്യം ചെയ്താല് അവരെ ഞാൻ വെറുതെ വിടില്ല. എന്നെ ഒരു ശല്യം ചെയ്തിട്ടൊന്നുമില്ല. ഞാനിതേ വരാം. ഓക്കെ. ഗാഥ, ഫോൺ വെക്ക്, അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും. എന്ത് പ്രശ്നമാവാൻ? അവൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ അവള് ഫോൺ കട്ട് ചെയ്തു. ഞാൻ ആരാ മമ്മി? അവളുടെ വേലക്കാരിയോ? നവീൻ അവളോട് ചോദിക്കുന്നത് ഫോണിലൂടെ ഞാൻ കേട്ടു. അവളെ ആരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തല്ലാൻ വരെ തയ്യാറാണെന്നാ നവീൻ പറയുന്നത്. മണ്ടത്തരം പറയാതെ മാഡം. കൂടെ നടക്കുന്നത് ഗാഥ മാഡം ആണെന്ന് കരുതിയിട്ടല്ലേ നവീൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സിനി പറഞ്ഞത് സത്യമല്ലേ? കൂടെ നടക്കുന്നത് നീയാണെന്ന് കരുതി നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയല്ലേ നവീൻ ചെയ്യുന്നത്? പിന്നെ എങ്ങനെയാ മോളെ അത് തെറ്റാന്ന് പറയുന്നത്? മമ്മി, വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികളാണ് നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതെല്ലാം അവസാനം കാര്യങ്ങൾ അപകടത്തിലാക്കും കഥ. അത് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കേ. മമ്മിയോടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗാഥ, ഗാഥ, എന്താ നവീൻ? അത് നമുക്ക് ഹണിമൂൺ എവിടെ പോകേണ്ടത്? ഈ വ്രതം കുറച്ച് ദിവസം കഴിഞ്ഞ് അവസാനിക്കില്ലേ? അത് കഴിഞ്ഞിട്ട് ജീവിതം തുടങ്ങണ്ടേ നമുക്ക്? അപ്പൊ പിന്നെ ഇങ്ങനെ ഉത്തരവില്ലാതിരുന്നാ പറ്റുമോ? പറ, എവിടെ പോണം? എവിടെയൊക്കെ പോണം പറ. താനെന്തായാലും കുറച്ച് കണക്ക് കൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ. ഞാനങ്ങനെ കണക്ക് കൂട്ടിയിട്ടൊന്നുമില്ല. അതെന്റെ അടുത്ത് പറയണ്ട. ഓക്കെ, ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ആള് തറവാട്ടി പിറന്ന ഒതുക്കുള്ളൊരു കുട്ടിയാ. പക്ഷേ കുറച്ചുനാൾ മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. സിത്താര ശ്രീനിവാസന്റെ മകള് എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിക്കുന്ന ആള് അതൊക്കെ ആയിരുന്നില്ലേ? സോ അങ്ങനത്തെ ചില ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അതാ ഞാൻ ചോദിച്ചത്. ഇല്ല നവീൻ, എനിക്കങ്ങനെ ഒരിടത്തും പോണമെന്നില്ല. എന്റെ പൊന്നു സാറേ, ഇതൊക്കെ സ്ത്രീകളുടെ ഒരു അടവാന്നേ. ഒരിടത്തും പോവാൻ അവരില്ലാന്ന് പറയും. എന്നാ പിന്നെ നമ്മൾ എന്താ പറയാ? ലോകം മുഴുവൻ കാണിക്കാതെ നമ്മൾ പറയും. അതല്ലേ മാഡം ശരി? താനൊന്ന് പോടോ. ഗാഥ എന്റെ അടുത്ത് എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യം? അയാൾക്ക് ലോകം മുഴുവൻ കാണണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞാലേ ഞാൻ കൊണ്ടുപോകില്ലേ? ഓ പിന്നെ, ഇതെന്തൊരു സാറാ ഇത്? നേരിട്ടൊരു കാര്യം പറയാതെ വളച്ചുകെട്ടി പറയുന്നതിന്റെ ഒരു സുഖം സാറിന് അറിയാൻ പാടില്ലായിട്ടാ. മാണിക്കുഞ്ഞെ, തനിക്ക് അടുത്ത കാലമായിട്ട് ചില പ്രത്യേക ഏരിയയിലെത്തുമ്പോ വിദ്യാഭ്യാസം കുറച്ച് കൂടുതലാണല്ലോടോ. ഞാൻ അടുത്ത സ്ഥാനാർത്ഥിയല്ലേ സാറേ, ഇതൊക്കെ പഠിച്ചു വെക്കണ്ടേ? ഗാഥ, നമുക്ക് ഇന്ന് തന്നെ ഒരു സ്ഥലം ഫിക്സ് ചെയ്യണം. അതെവിടെ വേണോന്ന് താൻ പറഞ്ഞേ പറ്റൂ. ഹലോ, ഞാൻ സിറ്റിയിലുണ്ടല്ലോ. അവരെന്തിനാ എന്ന് വരുന്നത്? മാണിക്കുഞ്ഞെ സാറേ, ആ റിയൽ ആൻഡ് പ്രോഗ്രസ് കമ്പനിന്ന് ആരെങ്കിലും ഇന്ന് വരാന്ന് പറഞ്ഞിരുന്നോ? സാറേ, അവരുടെ ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ, അയാള് ഇന്ന് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഉറപ്പ് പറഞ്ഞില്ല. എന്നാ പിന്നെ നമുക്ക് നേരെ ഓഫീസിലേക്ക് പോവാം സാറേ. ഗാഥ മാഡം വരട്ടെ. ഓക്കെ ഗാഥ,
നമുക്ക് പോയിട്ട് വരാം. അയ്യോ, ഓഫീസിലേക്കൊന്നും ഞാനില്ല. അതെന്താ ഓഫീസിലേക്ക് വന്ന കുഴപ്പം? അവിടെ ചെന്നാ നവീന് തിരക്കുണ്ടാവും. നവീന്റെ കാര്യങ്ങളും നടക്കണം. ഞാൻ ആ സമയം കൊണ്ടേ മമ്മിയുടെ അടുത്തുനിന്ന് പോയിട്ട് വരാം. ദേ, എന്നെ ഇവിടെ നിന്ന് ഇറക്കിയാൽ മതി. ഞാനൊരു വണ്ടി പിടിച്ച് പൊക്കോളാം. ഏയ്, അത് ശരിയാവില്ല. ഇന്ന് മുഴുവൻ തന്റെ കൂടെ കറങ്ങാനുള്ള അനുമതി എടുത്തിരിക്കുക ഞാൻ മുത്തശ്ശിയുടെ അടുത്തുനിന്ന്. അതങ്ങനെ മിസ് ചെയ്യാൻ പറ്റുമോ? മണിക്കുഞ്ഞ്, താൻ വിട്ട്. നവീൻ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. എനിക്ക് കുറെ നേരമായിട്ട് മമ്മിയെ ഒന്ന് കാണും തോന്നുക. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ടെൻഷനായിരിക്കുന്നത്. ഓക്കെ മണിക്കുഞ്ഞ്, നമ്മുടെ പാർട്ട്ണർ കുറച്ചു നേരം ഓഫീസിലിരിക്കട്ടെ. നമുക്ക് ഇയാളെ വീട്ടിൽ കൊണ്ടേ വിട്ടിട്ട് വരാം. അതെ നവീൻ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഓഫീസിലെ കാര്യങ്ങളൊന്നും വൈകിക്കണ്ട. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പോയിക്കോളാം. മണിക്കുഞ്ഞെ, വണ്ടി ഒന്ന് നിർത്തി. ശരി. നവീൻ, പ്ലീസ്. ശരി, എങ്കിൽ താൻ വീട്ടിൽ പോയിട്ട് മമ്മിയുടെ അടുത്ത് തന്നെ നിന്നാ മതി. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കൂട്ടിക്കോളാം. ശരി. എടോ, താൻ ഓക്കെ അല്ലേ? ആ, എന്നാ ഞാൻ പോട്ടെ. ശരി. ശരി മണിക്കുഞ്ഞ്, നമുക്ക് പോവാം. എന്നാ പോവാം സാറേ.